ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡിഷായിട്ടാണ്. പുട്ടുപൊടി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനായാലും കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും ടേസ്റ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. പുട്ടുപൊടി വീട്ടിലില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, അഭിപ്രായം പറയുകയും ചെയ്യണം. പിന്നെ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങ ചിരവിയത് കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പിട്ടിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. നൂൽപുട്ടിൻ്റെ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ കുറച്ച് തരിതരിയായിട്ടുള്ള പൊടിയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇനിയൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു പരുവത്തിൽ മാത്രം മതി. ഇതുപോലെ നല്ലവണ്ണം കുഴച്ചിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുള പിടിക്കുമ്പോൾ എല്ലാം ഒന്നിച്ച് നിൽക്കുന്ന ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കിയിട്ടാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഇതാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉരുളകളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിക്ക് വേവിക്കാനാണ് പോകുന്നത്. ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം ആണിത് അതിലേക്ക് ഇറക്കി വയ്ക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഉണ്ടയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഉണ്ടായ ആ ഒരു കളറിൽ നിന്ന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കിത് വെന്തു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ ഇതാ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഇത് ഏത് ഷേപ്പിലാണെന്നോ വേണ്ട അതുപോലെ മുറിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെയാണ് ഉണ്ടാവുക. കുറച്ച് തരി പോലെ കണ്ടില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് പിട്ടിൻ്റെ പൊടിയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് എന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കുക. അധികം ചെറിയ പീസും അധികം വലിയ പീസും ആക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു ഷേപ്പിലാവുമ്പോൾ ഇനി നമ്മൾ വറവിലിടുമ്പോൾ എല്ലാം വറവെല്ലാം ഇതിന് നല്ലോണം പിടിക്കും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ മുറിച്ചെടുത്താലും നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു ഷേപ്പിലാണ്, ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് വറവിലിടാം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും കൂടെ ചൂടായി വന്നാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലവണ്ണം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഈ വറവ് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഉഴുന്നുപരിപ്പ് കൂടെ കുറച്ചൊന്ന് ഫ്രൈ ആയി വന്നാൽ അതിലേക്ക് 2 ഉണക്കമുളക് ഇതുപോലെ മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. കറിവേപ്പില കുറച്ച് നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് നല്ലോണം ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വറവ് കരിഞ്ഞു പോകരുത്. ഈ വറവിലെ ഉഴുന്നുപരിപ്പൊക്കെ കുറച്ച് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കറിവേപ്പില ഇട്ടതിന് ശേഷം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതിട്ടാലും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇപ്പം ഞാനിവിടെ ഇടുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഉള്ളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ വറവൊക്കെ ഇതിൽ പിടിക്കുന്ന അത്രയും മാത്രം നമ്മളിത് മിക്സ് ചെയ്താൽ മതി. എല്ലാം ഒന്ന് നന്നായി മിക്സായി വന്നാൽ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എല്ലാം നല്ല വറവൊക്കെ ഇതിലെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.